ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മനോഹർ പറയുകയാണ്, അമ്മായച്ച എന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ വിടാമെന്നൊന്നും അമ്മായച്ചൻ കരുതണ്ട കേട്ടോ, അതെന്തായാലും നടക്കില്ല. എനിക്ക് മുന്നിലും പിന്നിലും കണ്ണുണ്ട്, അതുകൊണ്ട് അമ്മായച്ചൻ സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കാറി കയറിപ്പോയി കഴിഞ്ഞതും ഇവനെ രാജവമ്പാലയല്ല, വിഷപ്പാമ്പ, കൊടും വിഷപ്പാമ്പ്, ഇവനെ എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെ ശാരിയാണ്. അവർ രണ്ടൊരു രൂപയുടെ വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞതും രൂപ വാതിൽ തുറന്നതും രണ്ടുപേരും ഭയങ്കര ചിരിയും സന്തോഷം കൊണ്ട് രൂപ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശാരി സരയും, എന്താ ആൻറ്റി ഞാൻ വന്നിട്ട് ആൻറ്റി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല, മോളുടെ മുഖത്തെന്താ ഭയങ്കര സന്തോഷം? അതേ രൂപേ, ഇത് സന്തോഷിക്കേണ്ട സമയം തന്നെയാ. ദേ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. എന്താ ഏട്ടത്തി? അതേ, മോക്ക് വിശേഷമുണ്ട്. അത് കേട്ടതും രൂപ സരയുവിനൊന്ന് തുറച്ചു നോക്കി. സത്യം തന്നെയാണോ? അയ്യോ ആൻറ്റി, സത്യമാണ്. ആൻറ്റിയാണേ എൻ്റെ അച്ഛനാണേ എൻ്റെ അമ്മയാണേ എൻ്റെ മനുവേട്ടനാണേ സത്യം. ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് വിശേഷമുണ്ട്. ദേ ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആൻറ്റി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. ആൻറ്റി ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാനേ മനംപുരട്ടലും ഛർദിലും ഒക്കെ ആയിട്ട് തലകറക്കമൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ സത്യം പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത പറയുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി ആൻറ്റി എന്നും പറഞ്ഞ് സരയു രൂപയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക. അപ്പോഴേക്കും യാമിനി വരിക. യാമിനി, ദേ മോള് പ്രഗ്നൻ്റ് ആണെന്ന്. ഓ അതെ, അതൊക്കെ സത്യമാണോന്ന് അറിഞ്ഞിട്ട് സന്തോഷിച്ചാൽ പോരെ മാഡം? നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അതെ, സത്യം തന്നെയാ. ഡോക്ടർ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെ തന്നെയാണല്ലോ ആദ്യം ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചത്. ഇനിയിപ്പോൾ ആർക്കറിയാം സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. രൂപേ, നീ ഇവള് പറയുന്നൊന്നും കേൾക്കണ്ട. ദേ നിൻ്റെ കൈകൊണ്ട് എൻ്റെ മോൾക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലേ എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് ആപത്ത്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മോൾക്ക് എന്ത് വേണേലും ഉണ്ടാക്കി കൊടുത്തോളാം. അയ്യോ, അതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവൾക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ തന്നെ ആരും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു? ദേ എനിക്കിവിടെ വേറെ ഇഷ്ടം പോലെ പണിയുണ്ട്. നിങ്ങളുടെ മോളെ നിങ്ങൾ തന്നെ പരിചരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ രൂപ മനസ്സിലാലോചിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡിൻ്റെ കുഞ്ഞാ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്. അതിനെ ഇവൾ പ്രസവിക്കണം. എന്നിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഇവൾ ജീവിതകാലം മുഴുവനും ഇവൾ കരയും എന്ന് പറഞ്ഞുകൊണ്ട് രൂപ ആലോചിക്കുമ്പോൾ, ആൻറ്റി എന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു മൈൻഡും ഇല്ലാതെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല മോളെ, ആൻറ്റിയെ മോക്ക് എന്ത് തരണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എനിക്കൊന്നും വേണ്ട ആൻറ്റി, ആൻറ്റിയുടെ ഈ സ്നേഹം ഇങ്ങനെ എന്നും തന്നാൽ മതി എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും എൻ്റെ സ്നേഹം എപ്പോഴും ഉണ്ടാവും. അപ്പോഴേക്കും രാഹുൽ വരിക. രാഹുൽ വന്നതും ദേ വരുന്നു. മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഇതുവരെ സന്തോഷിക്കാത്തൊരച്ഛൻ, ഇതുപോലൊരച്ഛൻ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നും ശാരി പറയുക. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞേ? എൻ്റെ രൂപേ, മോൾക്ക് വിശേഷമുണ്ടെന്ന് ഇയാളോടൊന്ന് പറഞ്ഞു. അതിനുശേഷം മോളെ പറയാത്ത വാക്കുകളില്ല. മോളെ മനുമോനെ പറയേണ്ടതൊക്കെ പറഞ്ഞു. എന്തു ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നു നിൻ്റെ ആങ്ങളയ്ക്ക് മുഴുവട്ടാണെന്ന്. അത് കേട്ടോണ്ട് രാഹുൽ അങ്ങോട്ട് വരിക. അപ്പോൾ രൂപ ചോദിക്കുക, എന്താ ഏട്ടാ ഒരു മുത്തശ്ശനാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഏട്ടനൊരു സന്തോഷമില്ല എന്നാണല്ലോ ഏട്ടത്തി പറയുന്നത്? രൂപേ, നീയൊന്ന് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെന്താ നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിക്കുന്നേ? ഞങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ എന്നും ശാരി ചോദിക്കുക. അതെ, ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടെ സംസാരിക്കേണ്ട കാര്യമാണ്. അതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീയൊക്കെ ഇപ്പം സന്തോഷിക്കുന്നുണ്ടല്ലോ, അതിന് പിന്നാലെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. പിന്നെ അച്ഛനെ അസൂയ. ദേ അച്ഛ, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അച്ഛൻ പോയിക്കോ. അച്ഛന് സന്തോഷമില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ദേ എനിക്കൊന്നേ പറയാനുള്ളൂ, അച്ഛൻ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നതിൽ അച്ഛനോട് ഞാൻ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ദേഷ്യപ്പെടുക. ദേഷ്യപ്പെട്ടോ, നീ എത്ര വേണേലും ദേഷ്യപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രൂപ പോയി കഴിഞ്ഞതൊരു രാഹുലും പിന്നാലെ പോവുകയാണ്. രാഹുൽ പോയി കഴിഞ്ഞത് യാമിനി, എന്നാലേ മകൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, നീയേ വേറെ കൂടുതലൊന്നും പറയണ്ട, ഒന്ന് പൊടി എന്നും പറഞ്ഞുകൊണ്ട് പറയണം. വാ മോളെ, മോക്ക് അമ്മ ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെ വിളിച്ചുകൊണ്ട് ശാരി അങ്ങോട്ട് പോവുക. ഈ സമയം മുകളിലെത്തിയതും രൂപ ചോദിക്കുക, എന്താ ഏട്ടാ, ഏട്ടന് എന്താ പറ്റിയേ? സരയു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആളെ ഏട്ടനാണല്ലോ, ഇപ്പം എന്ത് പറ്റിയേട്ടാ എന്നും ചോദിക്കുകയാണ്. എൻ്റെ രൂപേ, എന്ത് ചെയ്യാനാ, ഞാൻ ആകെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുക. അതെന്താ ഏട്ടാ, സരയു അമ്മയാകാൻ പോകുന്നതിൽ ഏട്ടനൊരു സന്തോഷവും ഇല്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല. കുറേ നാളുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ സന്തോഷിച്ചു തന്നെ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരുന്നു തന്നെ, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു തന്നെ. പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല രൂപേ.
അതെന്താട്ടാ അങ്ങനെ പറഞ്ഞേ? ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നമ്മളല്ലേ. മോൾ എന്തുമാത്രം ആഗ്രഹിച്ചതാ ഒരു കുഞ്ഞിന് വേണ്ടി. എന്നിട്ട് ഇപ്പോൾ അത് സാധിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ലേ ഏട്ടാ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? രൂപേ, സങ്കടപ്പെടേണ്ട സമയം തന്നെയാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു ചതിയില്ല നമ്മൾ വീണിരിക്കുന്നത്. എന്താ ഏട്ടാ അത്? ആ മനോഹർ എന്ന് പറയുന്നവൻ നമ്മളെ ചതിച്ചു രൂപേ. മനോഹർ നമ്മളെ ചതിച്ചു എന്നോ? എങ്ങനെ? എന്തിന്? അത് കേട്ടതും രാഹുൽ, അവൻ ഈ ലോകത്ത് മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പിന്നെ സ്റ്റേറ്റിലൊക്കെ വിവാഹം കഴിച്ച് കുട്ടികളുള്ള ഒരുത്തനാ. അവനെ വിശ്വസിക്കാൻ പാടില്ല രൂപേ. എന്താ ഏട്ടാ ഈ പറയുന്നേ? എൻ്റെ തൊലി ഉരിഞ്ഞു പോകുക. ഏട്ടൻ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ട് എനിക്ക് കയ്യും കാലും വിറയ്ക്കുക. സത്യമാണോ ഏട്ടാ ഈ പറയുന്നത്? അതെ രൂപേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലും കേരളത്തിന് പുറത്തും അകത്തൊക്കെ അവനിഷ്ടം പോലെ ഭാര്യമാരും മക്കളും ഉണ്ട് രൂപേ. അതറിയാൻ ഒരുപാട് വൈകിപ്പോയി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല രൂപേ എന്നൊക്കെ പറയാണ്. ഈശ്വര, എന്നിട്ട് ഏട്ടൻ എന്ത് ഇത് സരയുവിനോട് പറയാത്തത്? എന്നോട് പറയാതിരുന്നത്? എന്ത് ചെയ്യാനാ? നിന്നോട് പറഞ്ഞ നീ ആകെ തളർന്നു പോകുമെന്ന് എനിക്കറിയായിരുന്നു. സരയുവിനെ ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ. അങ്ങനെയുള്ളപ്പോൾ നിനക്കത് വിഷമാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് രൂപേ ഞാനത് നിന്നോട് പറയാതിരുന്നത്. എന്നോട് ക്ഷമിക്ക് രൂപേ. ശരി ഏട്ടാ. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഏട്ടൻ എന്താ അവനെ ഓടിച്ചു വിടാത്തത്? അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമുണ്ടോ ഏട്ടാ? അവൻ എങ്ങോട്ടെങ്കിലും പോകട്ടെ, അവനെ തല്ലിക്കൊല്ലായിരുന്നില്ലേ എന്നൊക്കെ പറയുക. എന്ത് ചെയ്യാനോ രൂപേ? അവനെ ശാരിക്കും സരയുനും അത്രയ്ക്ക് വിശ്വാസമാണ്, അവനോട് സ്നേഹമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാനത് അവരോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുമോ? ഒട്ടും വിശ്വസിക്കില്ല. മറിച്ച് എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. ഏട്ടാ, നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായി? നമ്മുടെ കുട്ടിക്ക് അബദ്ധം പറ്റിയില്ലേ? ഇനി എന്ത് ചെയ്യും? ആ ഫ്രോഡിൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് നമ്മുടെ സരയുമോള് ഈ ലോകത്ത് നടക്കുന്നത് ഏട്ടന് കാണാൻ പറ്റില്ലേ? എനിക്കും കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നു ഏട്ടാ. നേരത്തെ പറയായിരുന്നു. എൻ്റെ രൂപേ, ഇതറിഞ്ഞപ്പോൾ വ്രതമൊന്നും പറഞ്ഞ് ഞാൻ അവരെ മാറ്റി നിർത്തിയതാ. ടൂർ പോയ സമയത്തൊക്കെ എൻ്റെ കണ്ണ് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല രൂപേ. ആകെ മൊത്തത്തിൽ ഞാൻ തളർന്നു പോയി രൂപേ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനേട്ടാ? നിനക്ക് മാത്രമേ അതിന് കഴിയൂ. എന്താ ഏട്ടാ? എന്താ പറഞ്ഞു വരുന്നേ? രൂപേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ആ കുഞ്ഞ് ഈ ലോകം കാണാൻ പാടില്ല. ഏട്ടാ, വെറുതെ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. അന്ന് കല്യാണിയുടെ കുഞ്ഞിനെ കൊല്ലണമെന്നും നിങ്ങൾ എന്നോട് പറഞ്ഞതാ. പക്ഷേ ഒരു പാപവും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല ഏട്ടാ. എനിക്കതിന് സാധിക്കുകയില്ല. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? കുഞ്ഞിൻ്റെ അച്ഛനാണ് ദുഷ്ടൻ. പിന്നെ എന്ന് കരുതി ആ കുഞ്ഞിനെ കൊന്ന അതിന് പരിഹാരമാവുമോ? ഒരിക്കലുമില്ല. അത്രയും വലിയൊരു പാപം ചെയ്യാൻ ഞാൻ അത്രയും വലിയ പാപിയൊന്നും അല്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ദേഷ്യപ്പെടുക. ഇത് കേട്ടതും എന്നാൽ ശരി, നീ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യണ്ട. എങ്ങനെയെങ്കിലും സരയുവിനോടും ശാരിയോടും ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയണം. എനിക്കായിട്ടിത് പറയാൻ പറ്റില്ല രൂപേ. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കുമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മോളൊരു പ്രാന്തിയാകും, എൻ്റെ മോളാകെ തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ കരയുക. ഇത് കേട്ടതും രൂപ മനസ്സിൽ കരയ്, നന്നായിട്ട് കരയ്. എന്നെയും എൻ്റെ ചന്ദ്രേട്ടനെയും അകറ്റിയ നീ ഇനിയും അനുഭവിക്കും. എനിക്കെല്ലാം കിട്ടുമ്പോൾ നിനക്കെല്ലാം നഷ്ടപ്പെടും എന്നും പറഞ്ഞ് രൂപ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. നീ എന്താ രൂപ ആലോചിക്കുന്നേ? ഞാൻ ഏട്ടത്തിയോടും സരയുവിനോടും ഇതെങ്ങനെ പറയുമെന്ന് ആലോചിക്കുകയായിരുന്നു രാഹുലേട്ടാ. നീ എങ്ങനെയെങ്കിലും പറയണം, എന്നെ സഹായിക്കണം. എനിക്ക് വേറെ ആരുമില്ല രൂപയെ സഹായം ചോദിക്കാൻ, നീ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രൂപയുടെ 2 കൈകളും ചേർത്ത് പിടിച്ച് രാഹുൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ടതും ശരി ഏട്ടാ, ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ അത് കേട്ടതും രാഹുൽ അങ്ങോട്ട് പോയി. രാഹുൽ പോയി കഴിഞ്ഞതും ഞാൻ ശ്രമിക്കില്ലടാ, അവൾ ആ കുഞ്ഞിന് ജന്മം നൽകണം. എന്നിട്ട് അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ ഈ ലോകം മുഴുവനും നടക്കണം. അത് കണ്ട് ഭ്രാന്ത് പിടിക്കണം നിനക്ക്. നീ ഒരു അസുരൻ. ഒരു കാരണവശാൽ നീ ഒരു നല്ല ആങ്ങളെയായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ സരയുമോൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെ. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു അസുര തന്നെയാണ്, അസുര വിത്താണ് അവൾ. അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ സഹായിക്കാനോ? ഈ ജന്മത്തത് നടക്കില്ല. എൻ്റെ കല്യാണിമോളെ കൊല്ലാൻ നോക്കിയവളാ. അവളെ ഞാൻ സഹായിക്കണോ അല്ലേ? നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അമ്പലത്തിൽ രൂപയും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്ത് ചെയ്യാനാ മോളെ? ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഏട്ടനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഈസിയാവും. പക്ഷേ സരയുനെയും ഏട്ടത്തെയും അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക ഏട്ടൻ. അത് മാത്രമല്ലല്ലോ അമ്മേ, അവരറിയാൻ കിടക്കുന്നത് സരയു ഷാരി ആൻറ്റിയുടെ മകളല്ലല്ലോ, താര ആൻറ്റിയുടെ മകളല്ലേ. ആ സത്യം കൂടെ അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൾക്ക് പിന്നെ തകർച്ചയുടെ നാളുകളായിരിക്കും. അവൾക്ക് പ്രാന്ത് പിടിക്കും. അതെ, അത് മോള് പറഞ്ഞത് സത്യ. അവൾ ചെയ്തതിനൊക്കെ അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ മോളെ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ ഏട്ടനെന്ന് പറഞ്ഞ ആസുരൻ അവൻ അനുഭവിക്കണം.
എനിക്കും എൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും അവൻ ഇല്ലാതാക്കിയതാ. അതുകൊണ്ട് അതേപോലുള്ള വേദനകൾ അവനും അനുഭവിക്കണം. ഞാൻ അനുഭവിച്ച കഷ്ടം, ഞാൻ അനുഭവിച്ച ദുഃഖം എല്ലാം അവൻ അനുഭവിക്കണം. എൻ്റെ ചന്ദ്രേട്ടനെ എന്നിൽ നിന്ന് അകറ്റിയ അവൻ ഒരിക്കലും ഗുണം പിടിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ കരയുക. അമ്മ വിഷമിക്കേണ്ട, അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ അങ്കിളിനെ കുറിച്ച് ഓർത്തിട്ടാ ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് അമ്മ എന്നോട് ദേഷ്യപ്പെടരുതെന്ന് കേട്ടോ. സാരമില്ല മോളെ, എനിക്കറിയാലോ ഇനിയിപ്പോൾ എല്ലാം കൂടെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. എന്നാലും കുഴപ്പമില്ല, മോളുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ആ രാക്ഷസ കൂട്ടങ്ങൾ താമസം മാറുമല്ലോ. ദേ മോളെ, ഞാനൊന്ന് പറയാം. എല്ലാം തകർന്നിരിക്കുമെന്ന് അറിഞ്ഞാൽ എൻ്റെ ഏട്ടൻ അടങ്ങിയിരിക്കില്ല. കിരണിനെ നേടിയെടുക്കാൻ വേണ്ടി ഉറപ്പായിട്ടും മോളെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം കാട്ടും. മോളെ കൊല്ലാൻ തിടുക്കം കൂട്ടും. അതുകൊണ്ട് എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകരുത്, സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ. ശരി അമ്മേ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കെ. എനിക്കും കിരണേട്ടനും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. എന്തായാലും അമ്മയുടെ ആങ്ങൾക്ക് ഇപ്പോൾ കിരണേട്ടനോട് ഇഷ്ടം കൂടിയിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും വീണ്ടും സരയുവിനെ കിരണേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ തടുത്തോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കും. അമ്മ ഇപ്പോൾ അച്ഛന് മെസ്സേജ് അയക്കാറുണ്ടോ? ഇല്ല മോളെ, അന്ന് മോള് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അയക്കാറില്ല. അതെന്താ അമ്മേ, അച്ഛനെ മെസ്സേജൊക്കെ അയച്ചൂടെ? അത് വേണ്ട, അച്ഛനെ ചിലപ്പോൾ കണ്ടുപിടിച്ചാലോ. സൈബർ സെല്ലിലൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത്. ഈ കാര്യം സോണിക്കും കിരണൊന്നും അറിയില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, ആർക്കും അറിയില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കേ, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോയി. ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ ആ മുകളിൽ കൂടെ ജനൽ തുറന്നിങ്ങനെ നോക്കുക. കല്യാണിയും കിരണും കുഞ്ഞാവയും കൂടെ ഇങ്ങനെ ചിരിച്ചൊന്ന് സംസാരിച്ചൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കിരൺ കുഞ്ഞാവയെ കളിപ്പിക്കുക. അത് കണ്ടതും രാഹുലിന് സഹിച്ചില്ല. കല്യാണി, ആ വിഷവിത്ത് എൻ്റെ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളായിരുന്നു തന്നെ അവൻ്റെ ഭാര്യ, അവൻ്റെ കുഞ്ഞായിരുന്നു തന്നെ എൻ്റെ പേരക്കുട്ടി. പക്ഷെ കല്യാണി എന്ന വിഷവിത്ത് വന്നതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ഉറപ്പായിട്ടും അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, അമ്മയും കുഞ്ഞും മരിക്കണം. രണ്ടുപേരും മരിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ അനന്തരവനെ എനിക്ക് തിരിച്ചു കിട്ടും എന്നും പറഞ്ഞ് രാഹുൽ ആലോചിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയെയും സരയുനെയുമാണ്. സരയുന് ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. മോളെ, ദേ തടി കൂടുമെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ, നന്നായിട്ട് കഴിക്കണം. ഇനി കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കേണ്ടത് കേട്ടല്ലോ. ശരി അമ്മേ, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ വരിക. അമ്മ മകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരു രാജകുമാരൻ്റെ കുഞ്ഞാണ് മോളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ഊട്ടുന്നത്. സത്യങ്ങളെങ്ങനെ ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അതോടുകൂടെ എല്ലാം. വന്നോ? എവിടെ പോയതാ? ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ എന്നും രാഹുലിൻ്റെ ചോദ്യം. മരുമോനെ കണ്ടായിരുന്നോ? ഞാൻ മരുമോനെ കാണണോ വേണ്ടിയോന്ന് ഞാൻ തീരുമാനിച്ചോളാം, അത് നീ തീരുമാനിക്കണ്ട എന്നും ഷാരിയോട്. നിങ്ങളെന്തിനാ എൻ്റെ മെക്കിട്ട് കയറുന്നേ എന്നും ഷാരി. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്നും രാഹുൽ. അച്ഛാ, എനിക്കിപ്പോൾ ഒരു കാര്യം പിടികിട്ടി. അച്ഛന് മനുവേട്ടനോട് ദേഷ്യം. ആ ദേഷ്യം അച്ഛൻ ഇങ്ങനെ ഞങ്ങളോട് തീർത്തുകൊണ്ടിരിക്കുക. എനിക്കൊരു ദേഷ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് വ്രതം തെറ്റിക്കരുതെന്ന്, അതിൻ്റെ ദേഷ്യം. ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞതാ വ്രതം തെറ്റിച്ചാൽ ആപത്തുണ്ടാവുമെന്ന്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഒന്ന് പോച്ചാ, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. അയാൾ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് കുട്ടികളെ ഉണ്ടാവില്ല എന്നും. ഇപ്പം എന്തായി? എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞല്ലേ? അപ്പം തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അയാളൊക്കെ വെറും കള്ളൻ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ലച്ചാ. എപ്പോഴും എല്ലാവരെയും ഒരേപോലെ കരുതേണ്ട സറിയോ? ചിലപ്പോൾ ചിലർക്ക് ഇതൊക്കെ തെറ്റുമായിരിക്കും എന്ന് കരുതി അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീട് നിനക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നീയൊക്കെ എന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. എന്നാലേ എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്ക്. ഒരു കാര്യം ഞാൻ പറയാം, വെറുതെ എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ച എൻ്റെ സ്വഭാവം മാറും, മനസ്സിലായല്ലോ? മനുമോനെയും എൻ്റെ സരയും മോളെയും നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഇപ്പം തന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്ന മറുപടി ഉണ്ടല്ലോ, അത് വേറെ രീതിയിലായിരിക്കും. എൻ്റെ മോളുള്ളതുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നും പറയുകയാണ്. അത് കേട്ടതും രാഹുൽ, ഞാൻ പോവുക, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വലുത് അവനല്ലേ, അവനെ തന്നെ ഉള്ളം കൈ വെച്ചോണ്ടിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ടു പോയി. എന്തൊരു മനുഷ്യനാണോ എന്തോ. താര ആൻറ്റിയുടെ കാര്യവും പിന്നെ ആ സേനൻ്റെ കാര്യമൊക്കെ ഓർത്ത് അച്ഛന് ശരിക്കും ഭ്രാന്ത് പിടിച്ചതാമ്മേ എന്നും പറഞ്ഞ് സരയും. അത് ശരിയാ. ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയാണ്. രൂപ സേനനെ വിളിക്കുകയാണ്. എന്താ ഒരു കോള് പോലും വിളിക്കാത്തേ എന്നും രൂപ ചോദിക്കുക. ഞാനേ തൻ്റെ കോള് വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ടാണോ ഒരു കോള് പോലും വിളിക്കാതിരുന്നത്? ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അതെങ്ങനെ വിളിക്കും? അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ.
തൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ട്, തൻ്റെ ആങ്ങളെ അടുത്തുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയണം. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എൻ്റെ ചന്ദ്രേട്ടനോട്. എന്നാ പറയടോ. അതെ, എന്നോ കല്യാണിമോള് കണ്ടായിരുന്നു. അണ്ണോൺ നമ്പറുകാരിയുടെ കാര്യം കല്യാണിമോള് പറയുകയും ചെയ്തു. അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണല്ലേ? അങ്ങനെയാ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. താനാണെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മക്കൾ സംശയിക്കില്ലേ? അണ്ണോൺ നമ്പറുകാരി എന്നെക്കാൾ സുന്ദരിയായിരുന്നെങ്കിലോ? തന്നെക്കാൾ സുന്ദരി ആണെങ്കിലോ അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ താൻ മാത്രമാണ് സുന്ദരി. സത്യമായിട്ടും അതെ, എനിക്കും ഒരേ ഒരു ലവറേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ചന്ദ്രേട്ടനാ. കല്യാണത്തിന് മുമ്പ് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിച്ച ആളാ എൻ്റെ ചന്ദ്രേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പ്രണയത്തോടെ വരും സംസാരിക്കുക. അപ്പോഴേക്കും കല്യാണിയുടെ കോള് വരുവാണേ. അയ്യോ, ഇതേ ചന്ദ്രേട്ട, കല്യാണി മോള് വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ സംസാരിക്ക്, എന്നിട്ട് താൻ എന്നെ വിളിക്ക്. അതെ, കിടന്നുറങ്ങിയേക്കരുത്. കല്യാണി മോള് ഫോൺ വെച്ചത് ഞാൻ ഉടനെ വിളിക്കോട്ടോ. ശരിയടോ എന്നും പറഞ്ഞുകൊണ്ട് സേനൻ ഇത് കേട്ടതും രൂപ ഫോൺ കട്ട് ചെയ്തും CS ആലോചിക്കുകയാണ് രൂപ പറഞ്ഞ ഓരോ കാര്യങ്ങളും. അതെ, ഇത്രയും വർഷം താൻ എന്നെ വെറുത്തിട്ടും മറ്റൊരു വിവാഹം കഴിക്കാതെ കാത്തിരുന്നില്ലേ, അതാണ് യഥാർത്ഥ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം. ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.